അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസികളായ എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും സാധ്യമാവുന്നത്ര അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടും എൻ്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് തഖ്വ. വിശ്വാസികളോട് മാത്രമല്ല, മനുഷ്യ സമൂഹത്തോട് മുഴുവൻ യാ അയ്യുഹന്നാസു, അല്ലയോ മനുഷ്യരെ, എല്ലാ മനുഷ്യരെയുമാണ് വിളിച്ചിട്ടുള്ളത്. ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ അടിമപ്പെടുക, അല്ലാഹുവിനെ നിങ്ങൾ അംഗീകരിക്കുക. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ അവൻ തന്നെയാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവർ ആയേക്കാം, ആയിത്തീരുന്നതിനു വേണ്ടി. അപ്പോൾ തഖ്വ ഉണ്ടായാലുള്ള ഗുണമെന്താണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. എല്ലാ മനുഷ്യരോടും അതുതന്നെയാണ് പറയുന്നത്. ഇബാദത്ത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ട, വിശദമായി തന്നെ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ഖുർആനിലെ പദങ്ങളിലൊന്നാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ മാത്രം അടിമപ്പെടുക, അവനെ മാത്രം അംഗീകരിക്കുക, അവനെ മാത്രം അനുസരിക്കുക, ഈ എല്ലാ അർത്ഥത്തിലുമാണ് അള്ളാഹു അവനെ ഇബാദത്ത് ചെയ്യണം എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങൾ വേറെയുണ്ട്, അതിലേക്ക് നമ്മളിപ്പോൾ കടന്നു പോകുന്നില്ല. അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്താൽ നിങ്ങൾക്ക് തഖ്വയുണ്ടാകും. ധാർമ്മികതയുള്ള വ്യക്തിത്വങ്ങളും സംഘങ്ങളും സമൂഹങ്ങളുമൊക്കെ ആയിട്ട് നിങ്ങൾ മാറും. ഏത് വിഷയത്തെയും സൂക്ഷിക്കുന്ന ആളുകളായി നിങ്ങൾ മാറും. എന്തുകൊണ്ട് മനുഷ്യൻ അക്രമിയായി മാറുന്നു എന്ന ചോദ്യത്തിൻ്റെ മറുപടി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അവനെ അംഗീകരിക്കാൻ അവൻ സന്നദ്ധനല്ല. അതുകൊണ്ട് നാട്ടിലും സമൂഹത്തിലും വ്യക്തിയിലും കുടുംബത്തിലുമൊക്കെ പല സ്വഭാവത്തിലുമുള്ള കുഴപ്പങ്ങൾ വളർന്ന് പന്തലിച്ച് വികസിച്ച് അതിൻ്റെ വളരെ വിഷമകരമായ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് വ്യക്തികളും സമൂഹവുമൊക്കെ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് തിരിഞ്ഞ് നോക്കിയാൽ മതി, എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്ന് ഏകദേശം അതോടുകൂടി മനസ്സിലാവും. നാട്ടിൽ നടക്കുന്നതേ കുടുംബത്തിലുണ്ടാവുള്ളൂ, കുടുംബത്തിൽ നടക്കുന്നതേ നാട്ടിലും നടക്കുകയുള്ളൂ. പല പാർട്ടി, മത, സംഘടന, സാമൂഹിക ചർച്ചകളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ലോകത്ത്. പക്ഷെ വല്ലാതെ ഒന്നും വിശകലനം ചെയ്യാൻ ആരെയും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൻ്റെ അകത്തലങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? കാരണം സമൂഹത്തിൻ്റെ അവസാനത്തെ യൂണിറ്റാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്, വീട് എന്ന് പറയുന്നത്. അതിലൊരു സംശയമില്ല, ലോകത്തുടനീളം വലിയ സമ്മർദ്ദങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയുമാണ് കുടുംബങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
കുടുംബം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മാതാപിതാക്കൾ, ഇണകൾ, കുട്ടികൾ ഒക്കെ അടങ്ങുന്ന അണുകുടുംബവും ബഹുകുടുംബം ഇപ്പം ഇല്ല. ബഹുകുടുംബം എന്ന് പറഞ്ഞാൽ കൂട്ടായിട്ട് എല്ലാവരും കൂടി താമസിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിപ്പോൾ പോയിട്ടുണ്ട്. ഇപ്പോൾ അണുകുടുംബമാണ്. വ്യാവസായികവും യാന്ത്രികവും വ്യക്തിപരവുമായ പല ആവശ്യങ്ങളാൽ അണുകുടുംബങ്ങളിലേക്ക് ലോകം ചുരുങ്ങുന്ന ഒരു കാലമാണിത്. ഇനി അവിടുന്ന് ചുരുങ്ങും. ഒറ്റക്കൊറ്റൊക്കെ ജീവിക്കാൻ തുടങ്ങും ആളുകളൊക്കെ. ഇംഗ്ലീഷിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലും അമേരിക്കയിലൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. വലിയ വികസനത്തിൻ്റെ അടയാളമായി ചിലപ്പോൾ ഇനി വരാൻ പോകുന്നത് അതൊക്കെ ആയിരിക്കും. ആളുകൾ ഒറ്റക്ക് താമസിക്കാൻ തുടങ്ങും. അപ്പോൾ കുടുംബത്തിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ മക്കൾ എന്താണെന്നുള്ളത്. നമ്മുടെ മക്കൾ ഈ സമൂഹത്തിൽ നിന്ന് വളരുകയാണ്. ഇവിടുത്തെ വളവും വലിച്ചെടുത്തിട്ടാണ് അവർ വളരുന്നത്. ഏതൊരു കുട്ടിയും കൊല്ലോ മൗലൂദുൻ യൂലദു, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്. ശുദ്ധപ്രകൃതിയോടുകൂടിയുള്ള ഒരു കുട്ടി നമുക്ക് ഭീഷണിയായി, നമുക്ക് ഭയമായി, നമുക്ക് അപമാനമായി, കുടുംബത്തിൻ്റെ വലിയ സംഘർഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മിക്ക കുടുംബങ്ങളിലും. ഈ അടുത്ത് നമ്മുടെ 2 സംഭവങ്ങൾ വന്നല്ലോ. ഒരു 17-16 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ചേർന്നിട്ട് അവരുടെ തന്നെ ഒരു കൂട്ടുകാരനെ വളരെ അപകടകരമായ ശൈലിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ. നമ്മുടെ കർഷകരോട് നമ്മുടെ പട്ടാളം ചെയ്യുന്ന രീതി അത് തന്നെയാണ്. നീതിന്യായം നോക്കേണ്ട കാര്യമൊന്നുമില്ല. മുകളിൽ നിന്ന് കൊടുക്കുന്നത് താഴെ വരൂ. മുകളിൽ നിന്ന് ഒഴുകുന്ന വെള്ളേ താഴേക്ക് എത്തുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. അല്ലാതെ വേറെ എവിടെയും വരില്ല. അവിടെ അന്യായം നടക്കുന്നുവെങ്കിൽ അവസാനം അത് ഇവിടെയും നടക്കും. 16-17 വയസ്സുള്ള കുട്ടികളെ വെച്ചിട്ട് 18, 19, 17 വയസ്സുള്ളവർ വളരെ സിനിമയിലൊക്കെ കാണുന്ന ആ രീതിയിൽ കയറിയിട്ട് അടിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊരു അപൂർവ സംഭവമാണെന്ന്? മിക്കവാറും ഈ ലെവലിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ ആൺകുട്ടികളെ, പെൺകുട്ടികളെയൊക്കെ ചുഴറ്റി എറിയുന്ന ഒരു സിസ്റ്റം ഇവർ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വിശദീകരണത്തിലേക്ക് ഞാൻ കടന്നു പോകണമെന്നില്ല. വേറെ എവിടെയും പടി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവൂ. ഇതിൻ്റെ അപ്പുറം വരാൻ സാധ്യത വളരെ വളരെ കുറവാണ്. അതിന് മാത്രം വലിയ കരുത്തിലും ശക്തിയിലുമൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യവും പ്രാർത്ഥനയും കടിച്ചു പിടിച്ച് കുടുംബാന്തരീക്ഷത്തെ നിയന്ത്രിക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വലതൊക്കെ സംഭവിച്ചു എന്ന് വന്നേക്കാം. പക്ഷെ നമ്മളെപ്പോലും അവരിലേക്ക് വലിച്ചടക്കുന്ന ഈ ഒരു സിസ്റ്റത്തിൻ്റെ ക്രമമില്ലായ്മയിലേക്ക്, ക്രമമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ അവർ കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. അപ്പം ഞാൻ പറഞ്ഞത് വിഷയം അതിലേക്ക് പോകണില്ലാതെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം. ഒരു കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ കുടുംബത്തിനുണ്ടാക്കുന്ന സമ്മർദ്ദം എന്തായിരിക്കും? മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളാണ്. കണ്ട പെൺകുട്ടികളുടെയൊക്കെ പിന്നാലെ പോകുന്ന പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ ആൺകുട്ടികളുടെ പിന്നാലെ പോകുന്ന കുട്ടികളാണ്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലത്തൊന്നും അങ്ങനെ അത്ര പരന്ന് വളരെ അപൂർവ സംഭവങ്ങളായിരുന്നു അതൊക്കെ. ഒരു ചെറിയ കളിയൊക്കെ ആ പ്രായത്തിൽ കളിക്കും. പക്ഷെ അതുമൊന്നൊക്കെ വിട്ടുപോയിട്ടുണ്ട് കാര്യങ്ങൾ. ഒരു വീട്, അപ്പോൾ ആ കുട്ടികൾ, മാതാപിതാക്കൾ, ആ കുട്ടികൾ തന്നെയാണ് മാതാവിനെയും പിതാവിനെയൊക്കെ നിഷ്ഠൂരമായി മർദ്ദിക്കുന്ന മക്കളുടെ ചിത്രം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളെയും വളരെ മാരകമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് സമൂഹത്തിൻ്റെ മുകൾ തട്ടിൽ നടക്കുന്നത് താഴെ തട്ടിലും നടക്കും. പാർലമെന്റിൽ എന്താണോ നടക്കുക അത് തന്നെയാണ് വീട്ടിൽ നടക്കുക. വീട്ടിൽ നടക്കുന്നത് തന്നെയാണ് അവിടെയും നടക്കുക. അപ്പോൾ എല്ലായിടത്തും പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നതിൻ്റെ മർമ്മം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹനെ അംഗീകരിക്കാൻ, അള്ളാഹ്ക്ക് അടിമപ്പെടാൻ, അള്ളാഹുവിനെ അനുസരിക്കാൻ മനുഷ്യർ സന്നദ്ധരല്ല. അള്ളാഹിനല്ലേ അനുസരിക്കേണ്ടത്? അള്ളാഹിനെ മാത്രമല്ലോ അനുസരിക്കേണ്ടത്. അള്ളാഹുവിനെ അല്ലാത്ത ആരെ വേണമെങ്കിലും അനുസരിക്കാനും അടിമപ്പെടാനും അംഗീകരിക്കാനും ഒക്കെ ആളുകൾ റെഡിയാണ്. വ്യക്തികൾ, കുടുംബങ്ങൾ, സംഘങ്ങൾ, സമൂഹങ്ങളൊക്കെ. പക്ഷെ അള്ളാഹ് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ അംഗീകരിക്കണം, അവനെ മാത്രം നിങ്ങൾ അടിമപ്പെടണം. ഇതെല്ലാ മനുഷ്യരെയും വിളിച്ചിട്ടാണ് വർത്താനം. മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണത്. നമ്മൾ അംഗീകരിക്കുകയും ആ ഒരു നിലപാടിലേക്ക്, സമീപനത്തിലേക്ക് എല്ലാ മനുഷ്യരെയും വിളിക്കുകയും ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ. അള്ളാഹ് അങ്ങനെയുള്ള വിളിച്ച് അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉബ്ദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഇത് മുസ്ലിങ്ങളെ വിളിച്ച് പറഞ്ഞ കാര്യമല്ല. മുസ്ലിങ്ങളിലെ ഒരു സംഘടനയോട് പറയുന്ന കാര്യമല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്കാരനെ ഒഴിവാക്കിയിട്ട് പറയുന്ന ഭാഗമല്ല. മതരാഷ്ട്രീയ, ജാതി, മത, സമുദായ, ദേശ, ഭാഷ വ്യത്യാസമില്ലാതെ സകലരെയും വിളിച്ചുകൊണ്ട് അള്ളാഹ് പറയുന്ന ഭാഗമാണത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉബ്ദു റബ്ബക്കും,
നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ഇതിപ്പം വിളിക്കേണ്ട ആൾക്കാർ ഞാനും നിങ്ങളൊക്കെയാണ്. ജനങ്ങൾ അള്ളാഹ് വിളിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരിലൂടെയാണ് ഈ സന്ദേശം അള്ളാഹ് മനുഷ്യരോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അള്ളാഹിനെ അംഗീകരിക്കണം കേട്ടോ, അള്ളാഹിനെ അടിമപ്പെടണം കേട്ടോ എന്നൊക്കെ. ഇതിന് പറയേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമാണുള്ളത്. അത്തരമൊരു പണി നടക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ നമുക്ക് പരിശോധിക്കാം. അപ്പൊ അള്ളാഹുവിന് അടിമപ്പെട്ടാൽ ഉണ്ടാകുന്ന ഗുണം എന്താ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവും. അള്ളാഹ്ക്ക് അടിമപ്പെട്ടിട്ടില്ലെങ്കിൽ പാർലമെന്റിൽ തഖ്വ ഉണ്ടാവില്ല, നിയമസഭയിൽ ഉണ്ടാവില്ല, മീഡിയയിൽ ഉണ്ടാവില്ല, സാഹിത്യത്തിലും കലയിലും ഉണ്ടാവില്ല, ശാസ്ത്രത്തിലുണ്ടാവില്ല, വിദ്യാഭ്യാസത്തിലുണ്ടാവില്ല, കാർഷിക രംഗത്തും പരിസ്ഥിതി മേഖലയിലും എവിടെ ഉണ്ടാവില്ല. കാരണം അവർ അള്ളാഹ് അംഗീകരിച്ചിട്ടില്ല. അള്ളാഹുവിനെ അംഗീകരിക്കുന്നതോടുകൂടിയാണ് എന്ത് സംഭവിക്കുക? മനുഷ്യരുടെ ജീവിതത്തിൽ വ്യക്തിപരമായി വലിയ നിലപാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. എന്തോന്ന് അള്ളണ്ട് അംഗീകരിക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല ഈ പറയുന്നത്. യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ ബോധവും ചിന്തയും ഒരു മനുഷ്യന്റെ മനസ്സിലും മസ്തിഷ്കത്തിലും അടിയുറക്കുന്നതോടുകൂടി അവന്റെ ജീവിതത്തെ ആ ബോധം നിയന്ത്രിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഏതൊരു വിഷയം അവന്റെ മുമ്പിൽ വരുമ്പോഴും അവൻ എന്ത് ചെയ്യും? ഞാൻ തഖ്വയുടെ ഭാഗത്താണോ നിൽക്കുന്നത്, ശരിയുടെ പക്ഷത്താണോ നിൽക്കുന്നത്? പെട്രോളിന് വില കൂടിക്കൊണ്ടേയിരിക്കുക, റിക്കാർഡ് തലത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെയാണല്ലോ, ഭയങ്കര വളർച്ചയാണ്. കിട്ടാവുന്ന ഓരോ അവസരങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ നാടിനെ മുടിക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ ഓയിൽ കമ്പനികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അരുതെന്ന് പറയാൻ കഴിയില്ലട്ടോ ഇന്ത്യയിലിനി. അങ്ങനെ പെട്ടെന്നൊന്നും തടുക്കാൻ ഒരു സമരം പോലും. പണ്ടൊക്കെ ഒരു 10 പൈസ വില കൂടിയാൽ മതി. എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുകയും നാട്ടില്. നമ്മുടെയൊക്കെ വീര്യം ചോർത്തി, നമ്മുടെയൊക്കെ അസ്തിത്വത്തെ തകർത്ത്, അഭിമാനബോധത്തെ തകർത്ത്, പ്രതിരോധിക്കാനും പ്രതികരിക്കാനുമുള്ള നമ്മുടെ കഴിവുകളെ തകർത്ത്, നമ്മളെ വിഡ്ഢികളാക്കി, മരിച്ച ജഡങ്ങളാക്കി അധികാരവർഗങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലാണത്. അനങ്ങാൻ കഴിയില്ല. നോട്ട് നിരോധത്തോടുകൂടി സംഭവിച്ച ദുരന്തം അനങ്ങാൻ കഴിഞ്ഞില്ല. ഇതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോണില്ല. അത് തന്നെയാണ് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. NRCയുടെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെയാണ് കാർഷിക സമരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 60%-70% വരുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ തൊഴിൽ മേഖലയെയും ഭക്ഷ്യമേഖലയെയും സാമ്പത്തിക മേഖലയും ഒക്കെ നിയന്ത്രിക്കുന്നത് കാർഷിക മേഖലയാണ്. കാറും കമ്പ്യൂട്ടറൊന്നും അല്ല മനുഷ്യന് തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൂടെ. അതൊക്കെ കോർപ്പറേറ്റുകളും കുത്തകകളുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണക്കാരിൽ 60 മുതൽ 70% വരെ തൊഴിലെടുക്കുന്നത് കാർഷിക മേഖലയിലാണ്. അതിന്റെ കുത്തുവാള എടുപ്പിക്കുന്ന അപകടകരമായ കരിനിയമങ്ങൾ പല വിഷയത്തിലും ഉണ്ടാക്കിയതുപോലെ സംഘപരിവാർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. NRCക്കെതിരെ ഒറ്റക്കെട്ടായി പ്രതികരിക്കാൻ കഴിയാത്തതുപോലെ ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് ഒരുമിച്ച് ചേർന്നുകൊണ്ട്, ഞാൻ അതിന്റെ മൊത്തം വിശദീകരണത്തിൽക്കും പോണില്ല, എന്തുകൊണ്ടാണ് ഒരു സർക്കാരിന് അതിനെ നിയന്ത്രിക്കുന്നവർക്ക് ഇങ്ങനെയാകാൻ കഴിയുന്നത്? തഖ്വല്ല. പ്രശ്നം അതന്നെയാണ്. അള്ളാഹു ദൈവം ആരാണ്? അള്ളാഹു ആരാണ്? അള്ളാഹുവിനെ അംഗീകരിക്കുന്നുവെങ്കിൽ തങ്ങൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ എന്താണ്? ഒരു നടപടിയില്ല. പൗരന്മാരെ വെറുതെ പുറത്താക്കാൻ തീരുമാനം. അതാണ് NRC വരാൻ പോകണത്. ഇനിയും വരും. അത് നാണയ നിരോധവും പെട്രോളിന്റെ വിലവർദ്ധനൊക്കെ ഒരേ കളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പണികളാണ്. അതിൻ്റെയൊക്കെ സർവ്വവ്യാപിയായ പ്രത്യാഘാതങ്ങൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നത്തിന്റെ മർമ്മം ഇത് കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾക്ക്, അതിനെ നിയന്ത്രിക്കുന്ന ബോഡിക്ക്, അതിലുള്ള ആളുകൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമില്ല. എന്നാലല്ലേ അള്ളാഹിനെ കുറിച്ച് ബോധം ഉണ്ടായാലല്ലേ മനുഷ്യനെ കുറിച്ച് ബോധം ഉണ്ടാവുള്ളൂ. മനുഷ്യനോടുള്ള ബാധ്യതകളും കടപ്പാടുകളും പൂർത്തീകരിക്കാൻ അവനെ നിർബന്ധിക്കുന്ന എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതെപ്പോഴുണ്ടാവുക? എന്നെ നിരീക്ഷിക്കുന്ന, എന്നെ നിയന്ത്രിക്കുന്ന, എന്നെ എല്ലാ കാര്യങ്ങളിലും ദീർഘമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു ഉണ്ട്. അപ്പോഴാണല്ലോ മനുഷ്യന്റെ സ്വന്തം ജീവിതത്തിൽ മാറ്റങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ടാവുക. അങ്ങനൊന്നും ഇല്ല. അപ്പൊ അള്ളാഹിനെ അംഗീകരിക്കണം. ഹദീസിലെ മിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉണ്ടാക്കാതെ 3 ആളുകൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ 3 ആളുകൾ യാത്ര പോയതും തഖ്വ മനസ്സിലാക്കാൻ പറ്റിയ കഥയാണത്. എന്താണ് തഖ്വ എന്ന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റിയ സംഗതികളാണ്. നമ്മൾ തഖ്വ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണെന്നൊക്കെ വിചാരിക്കുന്നു. നമസ്കാരത്തിലും തഖ്വ വേണം.
സൂക്ഷിച്ച് ആത്മ സംയമനത്തോടുകൂടി നല്ല മാനസിക സാന്നിധ്യത്തോടു കൂടിയൊക്കെയാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. അത് അങ്ങനെ ഒരു വിഷയം തന്നെയാണ്. അതിലുണ്ട് നമസ്കാരത്തെയും സൂക്ഷിക്കണം, ശരിയായ രീതിയിൽ, നല്ല രീതിയിലായിരിക്കണം അത് നിർവഹിക്കേണ്ടത്. ഒരു ചടങ്ങായി, ഒരു ആചാരമായി, ഒരു അനുഷ്ഠാനമായി ഒന്നും സംഭവിക്കാൻ പോണില്ല. ചടങ്ങും ആചാരം അനുഷ്ഠാനമാണ് പെരുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അയാൾക്കും ഗുണമില്ല, സമൂഹത്തിനും ഗുണമില്ല. അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും ഒക്കെ പ്രാർത്ഥനയും പൂജയും വഴിപാടും ഒക്കെ നടക്കുന്നതുകൊണ്ട് നാട് നന്നാവണമെന്നില്ലല്ലോ. എന്താ അതിന്റെ കാരണം? ഈ ചെയ്യുന്ന ആൾക്ക് തന്നെ അടിസ്ഥാനപരമായിട്ട് ഇത് ഗുണം ചെയ്യണില്ല, പിന്നിലെ ബാക്കിയുള്ളവർക്ക് ഗുണം ചെയ്യല്. നമസ്കാരത്തിന്റെ ഒരു അനുഭൂതി, അതിന്റെ ഒരു ആനന്ദം, അതിലൂടെ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം, അതിലൂടെ ഉണ്ടാകുന്ന നമ്മുടെ നടപടിക്രമങ്ങൾ, സമീപനങ്ങൾ, ഇതിലൊന്നും എവിടെയും തൊടാതെ വന്നിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞ് അസ്സലാമു അലൈക്കും വരെ റുക്കുവും സുജൂദൊക്കെ ചെയ്തിട്ട് നമ്മൾ തടിയെടുത്തിട്ട് പോവുകയാണ്. അത് മതി അള്ളാഹ്ക്ക്. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട കൊടുത്തിട്ടുണ്ട് എന്നല്ല, അള്ളാഹ്ക്ക് എന്തോ നമ്മൾ കൊണ്ടുപോയിട്ട് കൊടുക്കണ പോലെയാണ് കൊടുക്കുക. എൻ്റെ വക അള്ളാഹുവിനെ. അള്ളാഹ്ക്ക് അത് ആവശ്യമൊന്നുമില്ല കേട്ടോ. അള്ളാഹിന്റെ മുമ്പിലേക്ക് അങ്ങനത്തെ നിസ്കാരമായിട്ട് വരേണ്ട കാര്യമല്ല. അത് വേറെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞത് മാറ്റങ്ങൾ ഉണ്ടാവണമല്ലോ. അപ്പൊ അള്ളാഹുവിനെ നമസ്കാരത്തിൽ മാത്രം ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ ആരാധനാകർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് തഖ്വ എന്ന് നമ്മൾ വിചാരിക്കും. ആ മൂന്നാളെ ചരിത്രം റസൂൽ അതിനാണ് വിശദീകരിച്ചതെന്ന്. പഴയ കാലത്തൊക്കെ യാത്ര പോയാൽ ഇന്നത്തെ പോലെ പഞ്ചനക്ഷത്രവും അതിൻ്റെ അപ്പുറത്തുള്ള നക്ഷത്ര ഹോട്ടലുകളൊന്നുമില്ല. വല്ല മലമുകളിലോ അല്ലെങ്കിൽ വല്ല ഗുഹയിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിലോ അപൂർവമായിട്ട് സത്രങ്ങളൊക്കെ കിട്ടും. ഇങ്ങനെ ആളുകൾക്ക്, യാത്രക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ മിക്കവാറും മല ഇടുക്കുകളിലും പാറക്കൂട്ടങ്ങളിലും ഗുഹകളിലൊക്കെയാണ് അവർ രാത്രി കഴിച്ചു കൂട്ടുക. അങ്ങനെ ഒരു യാത്ര, മൂന്നാളെ യാത്ര പുറപ്പെട്ട് അവരൊരു ഗുഹയിൽ കയറി വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു. അതിൽ ആ ഗുഹയുടെ മുമ്പിലേക്ക് വലിയൊരു കല്ല് വന്നിട്ട് ആ ഗുഹാമുഖം അടഞ്ഞ്, ഗുഹയുടെ മുഖം അടഞ്ഞു പോവാണ്. പുറത്തിറങ്ങാനൊരു വഴിയില്ല. ഇവരിങ്ങനെ അതിൽ കുടുങ്ങിയിട്ടുണ്ടെന്നല്ല അവർക്ക് തന്നെ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. പിന്നെ അള്ളാഹ്ക്കറിയാം, അള്ളാഹുടെ മലക്കുകൾക്കും അറിയാം. പോലെപ്പുള്ള മലക്കുകളും അള്ളേ അറിയാനുണ്ടാവും. അല്ലാതെ പുറത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മൂന്നാളതിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന വിവരം അറിയില്ല. അതിൽ മൂന്നാളും കൂടി അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആലോചിക്കാൻ തുടങ്ങി. എന്താണ് അവർ ആലോചിക്കുന്നത്? പുറത്തിറങ്ങാൻ എന്താ വഴി? വലിയ പാറയാണ്, ഉന്തിയിട്ടും തള്ളിയിട്ടും ഒന്നും പുറത്തെടുക്കാൻ കഴിയില്ല. പുറത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അപ്പം പിന്നെ എന്ത് ചെയ്യാം? മൂന്നാളും കൂടി തീരുമാനിച്ചു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള, നമുക്ക് തോന്നുന്ന ഏറ്റവും ഉത്തമമായ നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വന്തം ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അവർക്ക് തോന്നുന്ന ഒരു സൽക്കർമ്മം, ആ സൽക്കർമ്മങ്ങൾ വെച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ആദ്യത്താണ് പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, വയസ്സായ വാപ്പിയും വേണ്ടി എനിക്ക് വീട്ടിൽ, അച്ഛനും അമ്മയും മമ്മിയും ഡാഡിയും ഉണ്ട് എൻ്റെ വീട്ടിൽ, പ്രായമായിട്ടുണ്ട്. ഞാൻ സാധാരണ വീട്ടിലുണ്ടെങ്കിൽ അവരെ ഭക്ഷിപ്പിച്ച്, അവരെ കുളിപ്പിച്ച്, അവരെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. പക്ഷെ ഞാനൊരാവശ്യത്തിന് വേണ്ടി കുറേ ദൂരത്തേക്ക് പോന്നു. ഞാൻ അധ്വാനിച്ച് വൈകുന്നേരം ഭക്ഷണ വിഭവങ്ങളൊക്കെ ഇട്ട് ചെന്നിട്ട് വേണം അവർക്കൊക്കെ കൊടുക്കാൻ. സാധാരണ അങ്ങനെയാണ് ചെയ്യുക. അന്ന് വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയ സമയത്ത് എന്തായിട്ടുണ്ട്? പാപ്പിയമ്മയൊക്കെ ക്ഷീണം കൊണ്ട് ഉറങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ വിഷം തൊട്ടിരിക്കുകയാണ്. ഭക്ഷണം വേണം. ഞാൻ വന്നാൽ, പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്, പണിക്കൊക്കെ പോയിട്ട് അവർ വന്ന് നെല്ലും അരിയൊക്കെ കുത്തി ഇടിച്ച് എന്നിട്ട് അത് ഇതിലിട്ടിട്ട് പാചകം ചെയ്തിട്ടൊക്കെയാണ് രാത്രിക്കത്തെ വിഷമം. ഇതൊക്കെ അടുത്ത ഒരു 1970-കളിൽ പോലും 75-80-കളിൽ പോലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന സാഹചര്യമാണ്. വീട്ടിൽ നിന്ന് പോയ ആള് വൈകുന്നത്, പിന്നെ ഈ ഗൾഫിലാണല്ലോ, ഗൾഫിൽ നിന്നാണ് ഈ പച്ചപ്പ് നമ്മളിലേക്ക് വന്നിട്ടുള്ളത്. അതിലേക്ക് നമ്മളിപ്പോൾ പോകണ്ട. ഞാൻ പറഞ്ഞത്, അങ്ങനെ വന്നു ഇയാള്, കിട്ടിയ ധാന്യമൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് എന്നിട്ട് അത് കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഇവർ ഉറങ്ങണം. അപ്പോൾ ഉറക്കത്തിലെ വാപ്പാനെയും മാനെയും വിളിക്കാൻ പറ്റൂല, ഉറക്കം ശല്യപ്പെടുത്താൻ പറ്റൂലല്ലോ. പക്ഷെ കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുക, അപ്പ വിശക്കണം, വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഭാര്യ പറഞ്ഞ് കുട്ടികൾക്ക് കുടിക്കും, അവർ കഴിച്ചോട്ടെ, നമ്മളൊക്കെ വാപ്പയും ഉമ്മയും എണീച്ച് കഴിച്ചിട്ട് മതി. പക്ഷെ മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഉപ്പയും ഉമ്മയും എണീച്ച് അവരെ ഭക്ഷിച്ചതിന് ശേഷമേ നമ്മളും കുട്ടികളും ഭക്ഷണം കഴിക്കുകയുള്ളൂ. അങ്ങനെ വാപ്പയും ഉമ്മയും കണ്ണ് തുറക്കണവരെ കാത്തിരുന്നു. കണ്ണ് തുറന്ന് അവരെ എണീച്ച് അവരെ ഭക്ഷിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഭാര്യയും മക്കളും ഇദ്ദേഹമൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. ഇതിങ്ങനെ വായിച്ച അതിലൊരു സംഭവമല്ലേ, ഞാൻ കുറെ അത്ഭുതപ്പെട്ടു. ഇതിലിപ്പം എത്രമാത്രം മല പറയിക്കുന്ന സംഭവം ഉള്ളത്. വാപ്പയും എണീച്ചിട്ടാണ് അവരെ ഭക്ഷിപ്പിച്ച്, നമ്മളൊക്കെ ഇപ്പം നമ്മളെ വാപ്പാനെയും ഉമ്മാനെയും കൂട്ടിയിട്ട് തന്നെയല്ലേ കാര്യങ്ങൾ നടത്തല്? അല്ല, അങ്ങോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മൾ നേരത്തെ പറഞ്ഞ കുടുംബം തകരുന്നതിൻ്റെ ഏറ്റവും അപകടകരമായ ലക്ഷണങ്ങളെ വ്യാവസായിക, സാമ്പത്തിക, കോർപ്പറേറ്റ് ലോകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ വാപ്പിയമ്മയില്ല, വാപ്പിയമ്മയൊക്കെ വൃദ്ധസദനത്തില. കോവിഡ് കാലത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അമേരിക്കയിലും യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ മരിച്ചത് സംരക്ഷിക്കാൻ കുടുംബങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവരില്ല. ഉണ്ടായിട്ടും ഫ്ളാറ്റുകളിലും സ്വകാര്യ സ്ഥലങ്ങളിലും കെയർ ഹോമുകളിലും ഒക്കെ ആക്കിയിട്ടുള്ള രക്ഷിതാക്കൾ, അവരാണ് മരിച്ചു പോകുന്നത്. രക്ഷിതാക്കളെ സംരക്ഷിക്കുന്ന അപൂർവ സിസ്റ്റമുള്ളത് മൂന്നാം ലോക രാജ്യങ്ങളിൽ മാത്രം. മിക്കവാറും കൊമ്പന്റെ പിന്നാലെ മോഴയും എന്ന് പറഞ്ഞ പോലെ പാശ്ചാത്യ ലോകം സഞ്ചരിക്കുന്ന അതേ റൂട്ടിലേക്ക് നമ്മളും സഞ്ചാരം തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും നമ്മുടെ വീട്ടിൽ നിന്ന് വാപ്പയും വെക്കും. ഇപ്പം തന്നെ നമ്മളൊക്കെ വീട്ടിൽ മുസ്ലിം വീടുകളിൽ പോലും നടക്കണ്ട, ആരാണ് ഉപ്പാനെ നോക്കേണ്ടതല്ലേ? വയസ്സായ വാപ്പാനെ ഉമ്മാനെയൊക്കെ ആരാ നോക്കേണ്ടത്? ഇളവനല്ലേ നോക്കേണ്ടത്? അത് നടുവിലുള്ളവനല്ലേ നോക്കേണ്ടത്? ഊഴട്ടിട്ട് ഇഷ്ടം കൊണ്ടല്ല, വാപ്പാനോടുള്ള ഇഷ്ടം കൊണ്ട് ഉമ്മാനോടുള്ള ഇഷ്ടം കൊണ്ട് ഊഴട്ട് നോക്കല്ല, നിർവാഹമില്ലാത്തതുകൊണ്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അവൻ പറയും, ഇനി എൻ്റെ വീടാണ്, 2 ആഴ്ച കഴിഞ്ഞാൽ ഈയാണ് കൊണ്ടായിട്ട് നോക്കേണ്ടത്, 1 മാസം നീയാണ് നോക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ആഗ്രഹിക്കേണ്ടത് എന്താ? എടുത്തിട്ട് സൗദിയിലോ ഖത്തറിലോ UAE-ലേറ്റ് ഒരു കേസ് വന്നല്ലോ. പാപ്പാക്ക് വേണ്ടി ഏട്ടനനിയന്മാർ കേസ് നടത്തി. വാപ്പ മൂത്ത ജ്യേഷ്ഠൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കണം. അപ്പം ചെറിയ 5 കേസ് കൊടുത്ത് വാപ്പാനെ എനിക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞിട്ട് അവസാനം കോടതി വിധി പറഞ്ഞു. കോടതി പറഞ്ഞത് ഇങ്ങനെ, അതൊരു അച്ചായന്റെ പ്രസംഗത്തിലും കേൾക്കാതെ, ഒരു അച്ഛന്റെ പ്രസംഗത്തിലും നിങ്ങൾക്കത് കേൾക്കാം. നമ്മളെ വീട്ടിലെ കുടുംബങ്ങളും മുസ്ലിം വീട്ടിലെ കുടുംബങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റം നിലനിൽക്കണം. മിക്കവാറും അതും കുറച്ച് കഴിഞ്ഞാൽ പോവും. വാപ്പാനെ ഉമ്മാനെയൊക്കെ ആര് നോക്കണം? വാർദ്ധക്യം, അതിൻ്റെ ചുളിവുകൾ, അതിൻ്റെ വേവുകൾ, വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയൊരു പരിഗണനയാണത്. വാപ്പാനെ ഉമ്മാനെ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കടപ്പാട് അല്ല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ കടപ്പാടും ബാധ്യതയുള്ളത് വാപ്പാനോടും ഉമ്മാനോടുമാണ്. അപ്പൊ വാപ്പാനെ ഉമ്മാനെ പരിഗണിച്ചിട്ടാണ് എൻ്റെ എല്ലാ കാര്യവും ഞാൻ ചെയ്യാറുള്ളത് എന്ന് ഇദ്ദേഹം അള്ളാന്റെ മുമ്പിൽ ആണയിട്ടു. അത് സംഭവിച്ചതോടുകൂടി കല്ലിട് നീങ്ങാണ് ലേശം. അതാണ് കറാമത്ത്. അതിനാണ് മുജിദത്ത് എന്നൊക്കെ. മുജിദത്ത് പ്രവാചകന്മാർക്കാണ് കറാമത്ത്. പ്രാർത്ഥിച്ചാൽ ആർക്കാണോ ഉത്തരം കിട്ടുന്നത് ഒരാൾ വലിയ, അല്ലാതെ വേഷം കൊണ്ടോ ഭൂഷാദികൾ കൊണ്ടോ പ്രകടനങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള ചടങ്ങുകൾ ചെയ്തിട്ട് ആളുകളെ ആകർഷിക്കുന്നവനല്ല വലിയ. അദ്ദേഹം പ്രാർത്ഥിച്ചു, നിന്റെ ഉപ്പാനോടും ഉമ്മാനോടും ഞാൻ ഇങ്ങനെ ചെയ്തത് അള്ളാഹുവേ നിന്നോടുള്ള തഖ്വ കൊണ്ടാണ്, നിന്നെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ്. അത് ചെയ്തത് പുണ്യമാണെങ്കിൽ ഈ കൊടുക്കുന്ന ഞങ്ങളെ കഴിച്ചിലാക്കണം. അതിന്റെ കല്ലും കെട്ട് നീങ്ങാണ്. കല്ല് നീങ്ങി ലേശം, എന്നാലും മുഴുവൻ പോരാനാവില്ല. അതിൽ 2ാമത്തെ ആള് വിഷയം വെച്ചു. 2ാമത്തെ ആള് പറയണത്, എനിക്കെൻ്റെ ഒരു അമ്മാവൻ്റെ മകളുണ്ട്, നല്ല സുന്ദരിയാണ്. അവളെ ഞാനിങ്ങനെ മോഹിച്ച് ദാഹിച്ച് നടക്കുകയാണ്. ഏതെങ്കിലും ഒരു അവസരം എനിക്ക് കിട്ടണം, അവളുമായിട്ട് ഒറ്റക്കൊന്ന് സല്ലപിക്കാനുള്ളൊരു അവസരം കിട്ടണം. അതിനു വേണ്ടിയിട്ട് നടക്കുകയാണ് ഞാൻ. പക്ഷെ അവളെ വഴങ്ങില്ല. പല സമയത്ത് ഞാൻ അവളെ സമീപിച്ചിട്ടുണ്ട്, പക്ഷെ അവളെ കിട്ടിയിട്ടില്ല. അവസാനം അവളുടെ വീട്ടിലൊരു സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു. അവളെൻ്റെ വീട് എന്നോട് കടം ചോദിക്കാൻ വന്നു. പൈസയ്ക്ക് ഞാൻ ഇഷ്ടം പോലെ കൊടുത്തപ്പോൾ ഡിമാൻഡ് വെച്ചത് മാത്രം, എപ്പോഴെങ്കിലും ഒന്ന് നമുക്ക് ഒറ്റക്കാവണം, ഒരു സ്വകാര്യ സ്ഥലത്ത് ഞാൻ നീയും കൂടി ഒറ്റക്കാവണം, അതിന് നീ സന്നദ്ധയാവണം. അങ്ങനെ ഞാൻ അവളെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. നിർബന്ധിച്ച് അവസാനം അവളെയുമായിട്ട് വളരെ രഹസ്യമായൊരു സ്ഥലത്ത് ഞങ്ങൾ എത്തി, ആരും കാണാത്തൊരു സ്ഥലത്ത്. ഹദീസിൽ പറയണത് കാര്യം ചെയ്യാൻ വേണ്ടി മുട്ടുകുത്തി ഇരുന്നു എന്നാണ്. മുട്ടുകുത്തി ഇരുന്നപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, യാ അഖി ഇന്നി അഖാഫുല്ലാഹ്, യാ അഖി തഖില്ലാ, സഹോദര എനിക്ക് അല്ലാഹനെ പേടിയുണ്ട്, ഈ അല്ലാഹനെ പേടിക്കണം, നീ അല്ലാഹുവിനെ കുറിച്ച് തഖ്വയുള്ളവനായി മാറണം, അല്ലാഹനെ സൂക്ഷിക്കണം. നമ്മൾ വിചാരിക്കണ പോലെ അത്ര എളുപ്പമുള്ള സംഗതിയല്ല കേട്ടോ. എല്ലാ സൗകര്യം ഉള്ളിടത്ത് ഒരാണും പെണ്ണും ഒത്താ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ പിശാചേ പോവുള്ളൂ. നിരമ്പിൻ്റെ ഉള്ളിലൂടെ മുഴുവൻ മനസ്സും മസ്തിഷ്കവും ഒന്നും നിയന്ത്രിക്കാൻ കഴിയാതെ ദാഹിക്കുന്ന പ്രശ്നമാണ് ലൈംഗികത എന്ന് പറയുന്നത്. വളരെ അപൂർവ വ്യക്തികൾ, കാരണം പിശാച് 1-ാം തീയതി മുതൽ മനുഷ്യനെ തള്ളിയിടാൻ പറ്റിയിട്ടുള്ളത് ഇമാതിരി വൃത്തികേടുകളാണ്. ആണിനെയും പെണ്ണിനെയും അശ്ലീല അനാശാസ്യത്തിലേക്ക് നയിക്കും. ഇപ്പോഴത്തെ മൊബൈല്, കലാ, സാഹിത്യമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പരസ്യം, കോർപ്പറേറ്റുകളൊക്കെ പെണ്ണാണ് ഉൽപ്പന്നം, അതിലേക്ക് നമ്മളിപ്പോൾ പോണ്ട. അങ്ങനത്തെ ഒരു മനസ്സിങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിൽ, വളരെ സ്വകാര്യമായി വേറെ ആരും നിരീക്ഷിക്കാത്തൊരു ഘട്ടത്തിൽ സൗകര്യത്തിൽ ഒരു പെണ്ണിനെ കിട്ടിയിട്ട് ആ പെണ്ണിനും എന്തിനപ്പോൾ ഇത് പറയാൻ തോന്നുന്നു? ഇതിലിപ്പോൾ നഷ്ടമൊന്നുമില്ല, ലാഭം തന്നെയുള്ളൂ. ഒന്ന് വഴങ്ങി കൊടുത്തു എന്നുള്ളതുകൊണ്ട് പൈസയും കിട്ടും, ഇനിയും ഇങ്ങനെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴിയുണ്ട്. ആരപ്പതൊക്കെ അറിയാൻ പോണത്? പക്ഷെ പെണ്ണ് പറഞ്ഞു, യാ അഖി ഇന്നി അഖാഫുല്ലാഹ്, സഹോദര എനിക്ക് അല്ലാഹനെ പേടിയുണ്ട്. ഈ അല്ലാഹ് അവളുടെ ബാധ്യത കഴിഞ്ഞത് പറയുന്നതോടുകൂടി അങ്ങനെ പറയാൻ കഴിയാന്ന് പറഞ്ഞാൽ അതാണ് തഖ്വ. അല്ലാഹനെ കുറിച്ചുള്ള ബോധം ഉണ്ടെങ്കിൽ ആ തഖ്വ ഉണ്ടാവും. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ മറ്റേ ആളോ ഓളിപ്പം വയലു ഉറുതി ഉപദേശമൊക്കെ നടത്തുകയാണ് അള്ളാഹിനെ കുറിച്ച്. അതൊക്കെ വേറെ പള്ളിയിൽ
ഇവിടെ അമ്മാതിരി പരിപാടിയൊന്നും വേണ്ട. ബലം പ്രയോഗിച്ച് ബലാത്സംഗമോ മാനഭംഗമോ ഒക്കെ ചെയ്തിട്ട് അയാളെ കാര്യം നടത്താം. അയാൾക്ക് അവൾക്ക് എന്നാലും പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവൾ പ്രതിയല്ല, അവളുടെ നിലപാട് അവൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവനും ഇത് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് എണീച്ചു. നിങ്ങൾ നോക്കണതൊക്കെ ശരീരം ഇങ്ങനെ പൊട്ടിപ്പിളരാൻ കാത്തിരിക്കുന്ന ഒരു നിമിഷത്തിൽ, എല്ലാ സൗകര്യങ്ങളും ഒത്തുകിട്ടിയ ഒരു ഘട്ടത്തിൽ, സൗന്ദര്യവും ശരീരവും ഒക്കെയുള്ള ഒരു പെണ്ണിന്റെ അടുത്ത് നിന്ന് ഒരു പുരുഷൻ എണീച്ച് പോവുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിരിക്കും. നമുക്കൊന്നും ഒക്കാത്തോണ്ടാണ്. പരസ്യമായിട്ട് പോണ ബസ് കൂടെയൊക്കെ തന്നെ പോകുമ്പോൾ എന്താ ചെയ്യല് കണ്ടിട്ടില്ലേ നിങ്ങള്? ബസ്സിലൂടെയൊക്കെ പോകുമ്പോൾ തന്നെ ചെക്കന്മാരൊക്കെ ഇരുന്നൊരു തൂണ്ടും പെണ്ണിനെ. ഓൻ്റെ അടുത്ത് ഒറ്റക്കൊരു പെണ്ണിനെ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ചെക്കന്മാരെ മാത്രമല്ല, 55-60 വയസ്സുള്ള കാരണവന്മാരെ എന്ത് ചെയ്യും? അടുത്തൊരു പെണ്ണ് നിൽക്കുന്നുവെങ്കിൽ അതിനെ അറിയാത്ത ബസ്സിലൊക്കെ ഇങ്ങനെ ആടിയിട്ട് അണ്ട് പോകും എൻ്റെ മേലേക്ക്. എന്നിട്ട് എന്താ തോന്നുക? അങ്ങനെ ഉറങ്ങി ആടിപ്പോയതാണെന്നാ തോന്നുക. അല്ല, ഒരു ബസ്സിലും ഒരു പരസ്യമായിട്ട് അങ്ങാടിയിലോ സ്ഥലത്തോ ഹോട്ടലിലോ ഒക്കെ കിട്ടിയാൽ, ട്രെയിനിലൊക്കെ പോകുമ്പോൾ എളുപ്പം മനസ്സിലാവും. ആൾക്കാരെ നിരീക്ഷിച്ചാൽ, ആൾക്കാർ കാട്ടിക്കൂട്ടനെ കണ്ടാൽ, ഒരു പെണ്ണ് അപ്പുറത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നുള്ളത്. ആ ഒരാളെ മുമ്പിൽ സ്വകാര്യമായിട്ടൊരു സംഗതി കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഇതാണ് ഈ വിഷയം. അപ്പോൾ അയാൾ എണീച്ച് പോവാണ്. അയാൾ പറയണം, അല്ലാഹുവേ, അന്ന് എനിക്കൊക്കെ ഒത്തതാ, ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് എണീച്ച് പോയത് നിന്നോടുള്ള തഖ്വ കൊണ്ടാണല്ലോ, നിന്നെ ഭയപ്പെട്ടിട്ടാണ്. ഞാൻ ചെയ്തത് പുണ്യാണെങ്കിൽ ഞാൻ ഈ അകപ്പെട്ട പ്രതിസന്ധിയിൽ തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഒരു ഗുഹയിൽ നിന്ന് കല്ല് നീങ്ങി, കുറച്ചും കൂടിയും കല്ല് നീങ്ങി. മൂപ്പരും വലിയ തന്നെയാണ്. പ്രാർത്ഥിച്ച അപ്പം തന്നെ ഉത്തരം കിട്ടിയല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചും കൂടി വിടവുണ്ടാക്കി കൊടുത്തു. മൂപ്പര് പോയി. മൂന്നാമത്തെ ആൾ പറഞ്ഞു എന്നിട്ട് എളുപ്പം പറയാൻ. മൂന്നാമത്തെ ആൾ പറഞ്ഞത്, അല്ലാഹുവേ, എനിക്ക് ഭയങ്കര മുതലാളിയാണ് മൂപ്പര്, നല്ല സമ്പത്തുള്ള ആളായിരുന്നു. അതിലടുത്ത് കുറേ ബംഗാളികളും ബീഹാരികളും ജാർഖണ്ഡുകാരും ഒഡീഷക്കാരും ഒക്കെ പണിയെടുക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെയാണല്ലോ, പ്രവാസികൾ കുറേ പണിയെടുക്കുന്നുണ്ട്. ആ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരാൾ പെട്ടെന്നൊരു പ്രതിസന്ധി വന്നപ്പോൾ നാട്ടിലേക്ക് തിരിച്ചുപോയി. കൂലി മുഴുവൻ വാങ്ങാതെ തിരിച്ചുപോയി. പഴയ കാലമാണ്. പിന്നെ പോയാൽ അഡ്രസ്സ് ഒക്കെ കിട്ടണമെങ്കിൽ കുറേ എവിടെ അന്വേഷിച്ചാലും കിട്ടില്ല, ആൾ പോയിട്ടുണ്ടാവും. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മറ്റേ പോയ ആൾക്ക് ഒരു പ്രതിസന്ധിയൊക്കെ ഉണ്ടായി. അതിന് മുമ്പ് ആലോചിച്ചു, പണ്ട് ഞാൻ പണിയെടുത്ത് കൊടുത്ത ശേഷം പൈസ എനിക്ക് കിട്ടാനുണ്ട്. ആ പൈസ ഇപ്പം ചെന്നിട്ട് മുതലാളിനോട് ചോദിച്ചു വാങ്ങാം. അത് വിചാരിച്ചാൽ അദ്ദേഹം തിരിച്ചു വന്നു. മുതലാളിയുടെ വീട്ടിലെത്തി. മുതലാളി പണ്ട് 10-15 കൊല്ലം മുമ്പ് ഞാൻ അവിടെ പണിയെടുത്തിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതേ, എനിക്ക് ഓർമ്മയുണ്ട്. എന്താ വന്നത്? അന്നത്തെ കൂലിയിൽ കുറച്ച് പൈസകൾ ബാക്കി തരാനുണ്ട്, അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതിനെന്താ, കൊണ്ടുപോകാലോ. എന്നിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ദാ ഈ കാണുന്നത് മുഴുവൻ നിൻ്റെതാണ്. ഒട്ടകങ്ങൾ, കുതിരകൾ, കുറെ കോതമ്പന്റെ നെൽപ്പാടങ്ങൾ ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ എൻ്റെതാ. അപ്പൊ അവന് മനസ്സിലായി ഇത് നമ്മളെ കളിയാക്കാന്നുള്ളത്. ഇത്രയൊന്നുമില്ല, അങ്ങനെ ഒരാൾ നടത്തിയിട്ടില്ല. ഇതെന്നെ പരിഹസിക്കുകയാണ്. വന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എന്നെ കൈകാര്യം ചെയ്യാൻ. അല്ല മുതലാളി, അത്രയൊന്നും എനിക്കില്ല എന്നുള്ള എനിക്കറിയാം. പണ്ടത്തെ ഇടപാടിലെ കുറച്ച് സംഖ്യ ഉണ്ടോ, അത് തന്നാ മതി. അല്ലടോ, ഇത് എൻ്റെതാണ്. അന്ന് നിനക്ക് തരാനുണ്ടായിരുന്ന 100 ഞാൻ ഇവിടെ നിക്ഷേപിച്ചു. അത് 1000-ആയി, 1000 10,000-ആയി, 10,000 ലക്ഷമായി, ലക്ഷങ്ങൾ ലക്ഷങ്ങളായി മാറി. അതിപ്പോ കോടിയായി മാറിയിരിക്കുന്നു. നിന്റെ പൈസ പൂത്തുലഞ്ഞ് പടർന്ന് പന്തലിച്ച് വികസിച്ചതാണിത്. ഇത് മുഴുവൻ നല്ലതാ, അത് ഈ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. നമ്മളാരെങ്കിലും കൊടുക്കും അങ്ങനെ? ഒരു 25 കൊല്ലം മുമ്പ് കൊടുക്കാനുള്ള സംഖ്യ ഉണ്ടെങ്കിൽ ആവറേജ് ഇപ്പം കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ പൈസൻ്റെ വരെ എന്നാൽ തന്നെ നമ്മൾ സമ്മതിക്കൂല. എന്തെങ്കിലും തൃപ്തിപ്പെട്ട ഒരു ഇത്തിരി കൂട്ടി കൊടുക്കാൻ പറഞ്ഞാൽ കൂട്ടി കൊടുക്കുന്നില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അനങ്ങൂല. ഒരിടപാടിലും നടക്കൂല. സാമ്പത്തിക രംഗത്തെ ഇടപാടുകളുമായി വന്നിട്ട് വളരെ മാരകമാണ്. അത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഇയാളെ പറഞ്ഞു, അല്ലാഹുവേ, ഇത് അയാളുടേതാണെന്ന് എനിക്കും നിനക്കും മാത്രമേ അറിയുള്ളൂ. അയാൾക്കും അറിയില്ല, വേറെ ആർക്കും അറിയില്ല. ഈ പണം അയാൾക്ക് അർഹതപ്പെട്ടതാണ്. ഞാനത് മുഴുവൻ അയാളെ തിരിച്ചേൽപ്പിച്ചത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, നിന്നോടുള്ള തഖ്വ കൊണ്ടാണ് എന്ന് പറയണം അദ്ദേഹം. അതുകൊണ്ട് അല്ലാഹുവേ, അതൊരു പുണ്യകരമായ പ്രവർത്തനമാണെങ്കിൽ ഞാൻ കൊടുക്കുന്നതിനെ രക്ഷിക്കണം. അതിൻ്റെ കല്ലൊന്നും കൂടി നീങ്ങി. മൂന്നാക്കും പുറത്തിറങ്ങാൻ പറ്റിയ വഴിയുണ്ടായി. സാമ്പത്തികം, സാംസ്കാരികം, സാമൂഹികം. മാതാപിതാക്കൾ, സാംസ്കാരിക മേഖല, ധാർമ്മിക മേഖല, സാമ്പത്തിക മേഖല. അവിടല്ലാത്ത തഖ്വ നമസ്കാരത്തിൽ ഉണ്ടായത് കൊണ്ടോ അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലുണ്ടായത് കൊണ്ടോ ഒരു കാര്യമല്ല എന്നായി പറയുന്നതിൻ്റെ അർത്ഥം. എന്തുകൊണ്ട് നന്മകൾ ചെയ്യാൻ ഏത് സങ്കീർണമായ സാഹചര്യങ്ങളിലും ഏറ്റവും സൗകര്യപ്രദമായ ഘട്ടങ്ങളിലും സ്വന്തം നിലപാടുകളെ നിയന്ത്രിക്കാനും നിർണ്ണയിക്കാനും കഴിയുന്ന തഖ്വ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
അത് അള്ളാഹിനെ കുറിച്ചുള്ള ബോധത്തിൽ നിന്ന് ഉണ്ടാവുള്ളൂ. അതാണ് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും വല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അത് മത നേതൃത്വങ്ങൾക്കും സാമ്പത്തിക ശക്തികൾക്കും ശാസ്ത്ര ലോകത്തിനും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഒക്കെ ദൈവബോധം നഷ്ടപ്പെടുമ്പോൾ അധാർമികതകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഇന്ന് ലോകത്ത് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ തഖ്വയുള്ളവരായി മാറാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.